ഇന്ന് മുതൽ 365ാമത്തെ ദിവസം വരെ ഞാനൊരു ലൈഫ് സ്റ്റൈൽ ചാലഞ്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റുട്ടീനില്ലാത്ത ജീവിതത്തിന് ഒരു റുട്ടീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ ഞാൻ എല്ലാം റെഗുലറായിട്ട് തന്നെ ചെയ്യാനും പറ്റും. എന്നെ സംബന്ധിച്ച് 2026 എന്ന് പറഞ്ഞ ഒരു പുതിയ റീസ്റ്റാർട്ടിങ് ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈപ്പിടിയിൽ വരുത്താൻ വേണ്ടി ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ക്വിക്കായിട്ടൊരു ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാം. കൂടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ പെരിഞ്ചീരകം, അതുപോലെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ടൊരു 2-3 വിസിലടുപ്പിക്കാം. അതിനുശേഷം നമ്മളിന്ന് പൂരി ഉണ്ടാക്കണേ. അതിനുള്ള മാവ് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങ് സോഫ്റ്റാക്കി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ കുക്കറിലുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ടാവും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും നമ്മുടെ ബിരിയാണി മസാല എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഇതവിടെ ഇരുന്ന് വിസിലടിക്കട്ടെ. നമ്മൾ ബാക്കിയുള്ള വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും ഇവർക്കൊക്കെയുള്ള ചായ ഉണ്ടാക്കി. ഈ വർഷം മെയിനായിട്ട് ഞാൻ ഒഴിവാക്കുന്ന ഒരു സംഭവം എന്നുള്ളത് ഷുഗറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മധുരടാത്ത കട്ടൻ കാപ്പി ആയിരുന്നു ഉണ്ടായി. അത് ഞാൻ നല്ല ആസ്വദിച്ച് കുളിച്ച് എൻ്റെ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമുക്ക് കുറച്ച് സാഹസത്തിന് പോവാം. സാഹസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ആ സാഹസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് വരാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയും പൂരിയൊക്കെ കൂട്ടി നല്ല കഴിച്ചിട്ട് നമുക്കിന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കുടുംബമേളയ്ക്കാണ് പോകുന്നത്. 1-ാം തീയതി അതിനെക്കൊണ്ട് തന്നെ നമ്മൾ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പല പല രീതിക്ക്. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളൊരു സോഡൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ് ആയി വന്നു. എനിക്ക് കസാര മത്സരത്തിന് സമ്മാനവും അടിച്ചു. അങ്ങനെ നമുക്ക് പല പല രീതിക്കുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മൂത്താപ്പൻ്റെ വീട്ടിലായിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഇക്കൊല്ലത്തിൻ്റെ ന്യൂ ഇയർ നല്ല കിഡിലനായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നേരെ പൊന്നിയുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അനസ്കാക്കൻ്റെ അടുക്ക്. അവിടെ വന്ന് ഷുഗർ കട്ടാന്ന് പറഞ്ഞ് ഞാൻ നല്ലൊരു ഹെവി പായസം കുടിച്ചു. അതോടെ ഇക്കൊല്ലത്തെ ന്യൂ ഇയർ അങ്ങ് കഴിഞ്ഞു.